Today Jesus is telling you, I am the firstborn of the dead. ഞാൻ മരിച്ചവരിൽ ആദ്യജാതനായിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലാണ് ഇപ്രകാരം കാണുന്നത്. യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ്, യേശു കർത്താവ് മരിച്ചവരിൽ ആദ്യജാതനായിരിക്കുന്നു എന്നുള്ളത്. സോ ഇതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ പുതിയ നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം എഴുതിയിട്ടുള്ളത് ഗ്രീക്ക് ഭാഷയിലാണ്. ഗ്രീക്ക് ഭാഷയിൽ മരണത്തിന് 2 വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒന്ന് നെക്രോസ് അല്ലെങ്കിൽ ആത്മീയ മരണം, അല്ലെങ്കിൽ തനറ്റോസ് ഭൗതിക മരണം. ഈ 2 വാക്കുകളാണ് മാറി മാറി ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഈ മേൽപ്പറഞ്ഞ വാക്യത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കെന്ന് പറഞ്ഞാൽ നെക്രോസ് ആണോ തനറ്റോസ് ആണോ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. യേശു കർത്താവ് നമുക്ക് വേണ്ടി ആത്മീയമായ മരണമാണോ ഏറ്റത്, അതോ ഭൗതിക മരണമാണോ ഏറ്റത്? നിങ്ങളൊരു ആൻസറിൽ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ നെക്രോസ് അഥവാ ആത്മീയ മരണം ഏറ്റു. യേശു കർത്താവ് മരിച്ചവരിൽ ആദ്യജാതനായി എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ മരണം ഇവിടെ ആത്മീയ മരണം ഏറ്റു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ നിങ്ങൾ കുറച്ചുകൂടെ അത് തെളിവാക്കി തരണമെങ്കിൽ ഞാൻ നിങ്ങളെ പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമത്തിലേക്ക് ഏറ്റവും ആദ്യ മനുഷ്യരായ ആദാമും ഹവ്വയുടെയും സ്റ്റോറി അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദാമും ഹവ്വയോട് ദൈവം പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യരുതെന്ന് പറഞ്ഞൊരു ഫലം കഴിക്കരുതെന്ന് പറയുന്നു. കഴിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറയുന്നു. പക്ഷേ അവർ ഫലം പറിച്ചു തിന്നിട്ടും അവർ മരിച്ചതായി നമ്മൾ കാണുന്നില്ല ഉടനെ തന്നെ. ഓക്കെ, പക്ഷെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ പാപം ചെയ്തതിലൂടെ ആ ചെയ്ത സമയത്ത് തന്നെ ദൈവത്തിൽ നിന്നൊരു സെപ്പറേഷൻ, ഒരു ആത്മീയ മരണം സംഭവിച്ചു. കാരണം ദൈവത്തിന് ഒരു നാളും കള്ളം പറയാൻ കഴിയില്ല. ദൈവം പറഞ്ഞു മരിക്കുമെന്ന്, ആ മരണം ആ സെക്കൻഡിൽ പാപം ചെയ്തപ്പോൾ തന്നെ സംഭവിച്ചു. ആത്മീയമായ മരണം, അതൊരു നെക്രോസ് സംഭവിച്ചു. ആദമിന് അപ്പോൾ ഒരു ആത്മീയ മരണം സംഭവിച്ചപ്പോൾ ദൈവത്തിൽ നിന്നുള്ള കണക്ഷൻ, ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. അതാണ് ദൈവത്തിൻ്റെ കണ്ണിൽ ഒരു മരണം എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ വാക്യങ്ങളിൽ. സോ ആഡം തുടങ്ങി ജനിച്ച എല്ലാ മനുഷ്യരും സ്പിരിച്വലി ഡെഡായിരുന്നു, അഥവാ ആത്മീയമായി മരിച്ചവരായിരുന്നു. ആത്മലോകത്ത് ദൂതന്മാരും ദുരാത്മാക്കളും എല്ലാവരും ആത്മലോകത്ത് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും സ്പിരിച്വലി ഡെഡായിട്ടാണ് ജനിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ യേശു കർത്താവിൻ്റെ സമയം വന്നപ്പോൾ യേശു കർത്താവ് വിത്തൗട്ട് എ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ, അതായത് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ദ സീഡ് ഓഫ് ഗോഡ് ആയിട്ട് യേശു കർത്താവ് ജനിച്ചു വരുമ്പോൾ യേശു കർത്താവാണ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ബി അലൈവ് ബോത്ത് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഇൻ ദിസ് എർത്ത്. അപ്പോൾ ആത്മലോകം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുരാത്മാക്കളും ആത്മലോകത്തിലുള്ള സകല ജീവികളും നോക്കുമ്പോൾ അത് ആദ്യമായി ഒരു മനുഷ്യൻ, ആദാമും ഹവ്വയും പാപം ചെയ്ത് വീണുപോയതിനു ശേഷം ഒരു മനുഷ്യൻ ആദ്യമായി ആത്മീയമായി ജീവനോടുകൂടെ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നതായി നമ്മൾ കാണുന്നു. അത് യേശു കർത്താവാണ്. ഈ 33.5 വർഷം യേശു കർത്താവ് ഇവിടെ ഭൂമിയിൽ ജീവിക്കുമ്പോഴും താൻ എല്ലാ ന്യായപ്രമാണത്തിലെ സകലതും പൂർത്തീകരിച്ചു. ന്യായപ്രമാണത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ തെറ്റാതെ സകലതും പൂർത്തീകരിച്ചുകൊണ്ടാണ് യേശു കർത്താവ് ഇവിടെ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ യേശു കർത്താവ് ആത്മീയമായി ഒരു അലൈവ് ആയിട്ടുള്ള ഒരു പേഴ്സണായിരുന്നു. ഇങ്ങനെ ജീവിച്ചിരുന്ന യേശു കർത്താവിന് ഭൗതികമായ ഒരു മരണത്തെ ഒരു കാരണവശാലും പേടിയില്ല എന്നുള്ളതിന് തെളിവാണ് പലവട്ടം യേശു കർത്താവ് പറഞ്ഞിരുന്നു, ഐ ഹാവ് കം ടു ഡൈ. ഞാൻ മരിക്കാൻ വേണ്ടിയുള്ള നിയോഗത്തിനാണ് വന്നിരിക്കുന്നത്, മരിച്ചാലും ഞാൻ ഉയർക്കും എന്നുള്ളൊരു ഉറപ്പ് യേശു കർത്താവിനുണ്ടായിരുന്നു. അത് പിന്നെയും താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെങ്കിൽ ഗെത്സമനിൽ എത്തിയപ്പോൾ യേശു കർത്താവ് പ്രാണവേദനയിലായി തൻ്റെ വിയർപ്പ് തുള്ളികൾ പോലും രക്തമായി തീർന്നതിൻ്റെ കാര്യം യേശു കർത്താവിന് ദൈവവുമായി അല്പനേരത്തേക്കാണെങ്കിൽ കൂടി ആ വണ്ണസ്, ആ ഒരു യൂണിറ്റി വിത്ത് ഗോഡിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നത്, അതായത് ഒരു ആത്മീയ മരണം സംഭവിക്കുന്നത്, ദൈവത്തിൽ നിന്നുള്ള ഒരു കണക്ഷൻ വിച്ഛേദിക്കപ്പെടുന്നത് തിങ്ക് ചെയ്യാൻ പോലും കഴിയാത്തൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് യേശു കർത്താവിന് ഇത്ര ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളൊരു ലെവൽ ഓഫ് പ്രെയറിലൊക്കെ യേശു കർത്താവിനെ പോകാനിടയാക്കിയത്. എന്തുകൊണ്ടാണ് യേശു കർത്താവിന് പിതാവാം ദൈവമായുള്ള വണ്ണസ് പോകുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാപം, ആദാമിൻ്റെ ജീവിതത്തിൽ പാപം വന്നപ്പോഴാണ് ദൈവത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടത്. അതുപോലെ തന്നെ പാപം, ലോകത്തിൻ്റെ സകല മനുഷ്യരുടെ പാപവും തൻ്റെ മേലേക്ക് വേറുവാൻ പോവുകയാണ്. ആ ഒരു നിയോഗത്തിനാണ് യേശു കർത്താവ് വന്നത്. ആ പാപം മുഴുവനും ക്രൂശിൽ തൻ്റെ മേൽ ഏറ്റെടുക്കുമ്പോൾ ആ പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ളൊരു വചനപ്രകാരം യേശു കർത്താവിന്
പാപം ചെയ്തൊരു വ്യക്തി ആകുമ്പോൾ, ലോകത്തിൻ്റെ പാപം മൊത്തം യേശു കർത്താവിൻ്റെ മേൽ വരുമ്പോൾ പിതാവാം ദൈവത്തിൽ നിന്നുള്ളൊരു സെപ്പറേഷൻ വരും എന്നുള്ളൊരു തിരിച്ചറിവ് വന്നപ്പോൾ യേശു കർത്താവിന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു കാര്യം. ഈ ഒരു വണ്ണസ് ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല, വിട്ടുമാറിയിട്ടില്ലാത്ത ഈ വണ്ണസിൽ നിന്ന് കുറച്ച് നേരത്തേക്കാണെങ്കിൽ കൂടി തന്നെ ഐ ഹാവ് ടു ലീവ് ഒരു സെപ്പറേഷൻ, ആ ഒരു എക്സിസ്റ്റൻസ് വിത്തൗട്ട് ഗോഡ് എന്നുള്ളൊരു മൊമെൻറ്റിലേക്ക് കയറേണ്ടി വരും എന്നുള്ളൊരു തിരിച്ചറിവാണ് യേശു കർത്താവിനെ പ്രാണവേദനയിലാക്കിയത്. സോ അങ്ങനെ യേശു കർത്താവ് നമുക്കെല്ലാവർക്കും, നമ്മുടെ എല്ലാവരുടെയും പാപം ഏറ്റുകൊണ്ട് ക്രൂശിൽ കയറിയപ്പോൾ ആ ഒരു സെപ്പറേഷൻ വന്നു. പാപം മുഖാന്തരം ആ സെപ്പറേഷൻ വന്നപ്പോഴാണ് യേശു കർത്താവ് ചോദിക്കുന്നത്, ഏലി ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടത് എന്ത്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് യേശു കർത്താവിന് പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ കാൽവരി ക്രൂശിൽ മാനവരാശിയുടെ മുഴുവൻ പാപവും പേറിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി യേശു കർത്താവ് പാപമായി തീർന്നു. സോ പാപിയായി തീർന്ന ഒരു മനുഷ്യൻ എങ്ങോട്ടാണ് പോകുന്നത്? സ്വർഗത്തിലേക്കല്ല, അവൻ നരകത്തിലേക്ക് പോകുന്നത്. അങ്ങനെ യേശു കർത്താവ് നരകത്തിലേക്ക് എത്തി. പക്ഷെങ്കിൽ നരകത്തിലേക്ക് എത്തിയ യേശു കർത്താവിനെ പിതാവ് ദൈവം നോക്കുമ്പോൾ ഇതാ ഒരു മനുഷ്യൻ ആദ്യമായി ആത്മീയമായി മരിച്ചു, ഭൗതികമായി മരിച്ചു. പക്ഷെങ്കിൽ ആ മനുഷ്യൻ ഭൂമിയിലായിരുന്നപ്പോൾ സകല ന്യായപ്രമാണങ്ങളും വള്ളി പുള്ളി തെറ്റാതെ പ്രമാണിച്ചിരിക്കുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ദൈവം അന്നും ഇന്നും എന്നും എന്നേക്കും മാറാത്തവനാണ്, അനന്യനാണ്. താൻ പറഞ്ഞ ഓരോ വചനവും അതുപോലെ തന്നെ പ്രമാണിക്കുന്നവനാണ്. ഈ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ എല്ലാം അത് മുഖാന്തരം ജീവിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു കർത്താവ് തൻ്റെ 33 തിരുവയസ്സ് വരെ ഇവിടെ ജീവിക്കുമ്പോഴും എല്ലാ ന്യായപ്രമാണങ്ങളും വള്ളി പൊള്ളി തെറ്റാതെ താൻ പ്രമാണിച്ചിരിക്കുന്നു. അത് നിവർത്തിപ്പാൻ അത്ര താൻ വന്നത് എന്ന് പലവട്ടം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ സകല ന്യായപ്രമാണങ്ങളും പ്രമാണിച്ചതുകൊണ്ട് ലീഗലി പിതാവാം ദൈവത്തിന് യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ യേശു കർത്താവിനെ മരിച്ചവരിൽ ആദ്യജാതനായി ഉയർപ്പിച്ചിരിക്കുന്നു. സോ യേശു കർത്താവാണ് ആത്മീയ മരണം ഏൽക്കുകയും, പക്ഷെ ആത്മീയ മരണം സംഭവിച്ചതിന് ശേഷം പിതാവാം ദൈവം തന്നെ റീകൺസൈൽഡായി ഫസ്റ്റ് ബോൺ ഓഫ് ദ ഡെഡ്, മരിച്ചവരിൽ ആദ്യജാതനായി ഉയർപ്പിക്കുകയും ചെയ്തതെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാം. പക്ഷെങ്കിൽ യേശു കർത്താവിലൂടെ അവിടെ അവസാനിക്കുന്നില്ല ഈ വചനത്തിൻ്റെ സാധ്യതകൾ. കാര്യം, ജനിക്കുന്ന ഓരോ മനുഷ്യനും ആത്മീയമായി മരിച്ചവരായിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചു വരുന്നത്. പക്ഷെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ, യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ കാരണത്തിൽ, നമ്മുടെ സകല പാപവും താൻ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ മരണം മാറി ആത്മീയ ജീവൻ, നമുക്ക് ഓരോരുത്തർക്കും ആത്മീയ ജീവൻ ഇംപ്ലാന്റായി കിട്ടുന്ന ആ ഒരു സന്തോഷം, ആ ഒരു മൊമെൻറ്റ്, ആ ഒരു സാധ്യതയാണ് ഈ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഈ വചനം യേശു കർത്താവ് മരിച്ചവരിൽ ആദ്യജാതനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആദ്യജാതന് ശേഷം പല 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 ഒരു ജനറേഷൻസിലൂടെ വരുമ്പോൾ നമ്മളും അതിൽ പെടുന്നവരാണ്. സോ മൈ ക്വസ്റ്റ്യൻ ടുഡേ ഈസ്, ആർ യു സ്പിരിച്വലി അലൈവ് or are you spiritually dead? Choose Jesus, choose life.